നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നിങ്ങൾ പ്രയത്നം കണ്ടിട്ടുണ്ടോ? പ്രയത്നം ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കാണാൻ വേണ്ടി കുറേ നോക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്ത്? കണ്ണൂരാണ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ ഒരു റെൻറ്റഡ് ഹോമിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പോൾ രാത്രി എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന ഫീൽ, അടുത്ത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ എനിക്കത് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. തല തിരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഫുള്ള് വേർത്ത് കുളിച്ച് തൊണ്ടനെ വെള്ളം വറ്റി. അടുത്ത് കൂട്ടുകാരൻ തൊട്ടടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വിളിക്കണമായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി സ്ലീപ്പ് പാരലിസിസ്. ഇപ്പോൾ പല ആൾക്കാരും പ്രേതത്തിനെ കണ്ടു, ദേഹത്തിരുന്നു, ഓക്കെ, ഇപ്പോൾ മുഖം അടച്ചു പിടിച്ചു, തലയിൽ പിന്നെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു, റൂമിൽ കാണുന്നു, റൂമിൽ ഡാർക്ക് ഷേപ്പിനെ കാണുന്നു. ഇതൊക്കെ ആക്ച്വലി സ്ലീപ്പ് പാരലിസിസ്. അപ്പോൾ എന്താ പോയി എങ്ങനെയുണ്ട് ലൊക്കേഷൻ? നല്ല ലൊക്കേഷൻ, അടിപൊളി ലൊക്കേഷൻ. പിന്നെ തേയില വളർന്നു നിൽക്കുന്ന കുന്നും മലയൊക്കെ ആർക്കും ഇഷ്ടമില്ലാത്ത ഇവിടെ ഫോഗും വരാണ്ടല്ലോ വൈകുന്നേരം ഫോഗും ഉണ്ടാവും. ഇനി വല്ല നമ്മളെ ലൊക്കേഷൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം. ഒരു ചെറിയൊരു ബിൽഡിംഗ് അല്ല, പണ്ടത്തെ ബിൽഡിങ്ങാണ്, കരിങ്കല്ലിൻ്റെ ബിൽഡിങ്ങാണത്. എന്തൊരു ഹൊറർ ഫീലൊക്കെ തോന്നുന്നുണ്ടോ? ചുമരിൽ ചെതൽ റോ സാധനങ്ങളാണ്. ഒരു ഹൊറർ ഫീല് വരുന്നുണ്ട്. ഇത് ഒരു വൈബാണ് ശരിക്കും അല്ലേ? പിന്നെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നിങ്ങൾ പ്രയത്നം കണ്ടിട്ടുണ്ടോ? പ്രയത്നം ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കാണാൻ വേണ്ടി കുറേ നോക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്ത്? ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കാണണമെന്ന് വിചാരിച്ച് കിടക്കുന്നില്ല കേട്ടോ, അങ്ങനെയല്ല. പക്ഷെ പലരും കണ്ടവരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉള്ളിൽ പേടിയായിരിക്കാം, ഞാൻ മനസ്സിലാക്കിയതാണ്. ഇനി എന്താണെന്നില്ല, അതിൻ്റെ കറക്റ്റ് സയൻസിലേക്കൊന്നും ഞാൻ പോയിട്ടുമില്ല. എന്തനുഭവം കേട്ടിട്ടില്ല? ഓരോരുത്തർ കണ്ട് പേടിച്ചു പോയി, പിന്നെ അവർ സൈക്കോ ആയി പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. പേടിച്ച് പോയതാന്ന് പറഞ്ഞിട്ട് മെൻ്റലി സ്ട്രോക്കായി പോയ കുറേ ആളുകളെ, കുറേ ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ സ്വപ്നം കണ്ടവരുണ്ട്. അത് പിന്നെ എല്ലാവരും നമ്മളൊക്കെ പലപ്പോഴും ഇപ്പം അങ്ങനെ സ്വപ്നം വരെ കാണാറില്ല. ഒരു അനുഭവം പറയാം. 2005 ഞങ്ങൾ പിന്നെ ഒരു 5-6 പേര് കോളേജ് പഠിക്കുന്ന സമയത്ത് കണ്ണൂരാണ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ ഒരു റെൻറ്റഡ് ഹോമിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പോൾ രാത്രി എപ്പോഴും, അപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഓണറുടെ വീടും. അപ്പോൾ അവിടെ നിന്നുള്ള ലൈറ്റ് ഇതിൻ്റെ ഷെയ്ഡിൽ കൂടെ മേലേക്ക് വരണം. നമുക്ക് ഐ ക്യാൻ ഓൺലി സീ ദ ഫാൻ കറങ്ങുന്ന മാത്രമേ കാണാൻ പറ്റും. ബാക്കിയൊക്കെ പിച്ച് ഡാർക്കാണ് റൂമിൽ. ഗ്ലാസ് ഇട്ട ജനലല്ല, ഇങ്ങനത്തെ ഇരുട്ടാണ്. ഇപ്പോൾ രാത്രി എപ്പോഴും പെട്ടെന്ന് ഞാൻ ഉണരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ സൈഡിൽ ആരും ഇരിക്കുന്നുണ്ട്. എൻ്റെ സൈഡിൽ ഐ കുഡ് ഫീൽ ദ നീ റൈറ്റ്. എൻ്റെ ഹൂ വാസ് സിറ്റിംഗ് ദർ, ഈ രണ്ട് സ്ഥലത്ത് മുട്ടുകുത്തി ഇരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഫീൽ, അടുത്ത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ എനിക്കത് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. തല തിരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കണ്ണ് മാത്രം ഉണർന്നിരിക്കുകയാണ്. കണ്ണ് പറഞ്ഞ് ഫാൻ കറങ്ങുന്നത് കാണുന്നുണ്ട്. ഫാനിൻ്റെ ശബ്ദം എനിക്കെന്തോ ഭയങ്കര ഭീകര ശബ്ദം പോലെ തോന്നുന്നത്. കയ്യാനൊക്കെ നോക്കുന്നു, കൈ പറ്റുന്നില്ല. കാല് നോക്കുന്നു, കാല് പറ്റുന്നില്ല. ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഫുള്ള് വേർത്ത് കുളിച്ച് തൊണ്ടനെ വെള്ളം വറ്റി. അടുത്ത് കൂട്ടുകാരൻ തൊട്ടടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വിളിക്കണമായിരുന്നു. ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് കൈ ആക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഒച്ചയെടുക്കാൻ നോക്കി പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഐ വാസ് ലൈക്ക് ദാറ്റ്. കണ്ണ് മാത്രമാണ് ആക്റ്റീവ്, ബാക്കിയൊന്നുമില്ല. കണ്ണും ചെവിയും ശബ്ദം കേൾക്കാം. പിന്നെ അങ്ങനെ കിടന്നിട്ട് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ അന്ന് ഞാൻ ഭയങ്കര നല്ല വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് വിശ്വാസമായിട്ട് കണക്ട് ചെയ്തിട്ട് ഐ ട്രൈ ടു ക്രാക്ക് ഇറ്റ്. എന്താണ് അപ്പോൾ ഭയങ്കര കൂട്ടുകാരുടെ പോയിട്ട് വലിയ കഥയൊക്കെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട്, അതാണ് നമുക്ക് ഇപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഭയങ്കര ഇതുണ്ടായി. ലേറ്റർ പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. മേ ബി ഒരു കുറച്ച് വർഷമായിട്ടില്ല, 4-5 വർഷം മുന്നേ ഞാൻ പഠിച്ചു. പറ്റി എന്താണ് സംഭവം, ഇതെന്താണ്ട് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യം സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇറ്റ്സ് ആക്ച്വലി സ്ലീപ്പ് പാരലിസിസ്. ഇപ്പോൾ പല ആൾക്കാരും പ്രേതത്തിനെ കണ്ടു, ദേഹത്തിരുന്നു, ഓക്കെ, ഇപ്പോൾ മുഖം അടച്ചു പിടിച്ചു, തലയിൽ പിന്നെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു, റൂമിൽ കാണുന്നു, റൂമിൽ ഡാർക്ക് ഷേപ്പിനെ കാണുന്നു. ഇതൊക്കെ ആക്ച്വലി സ്ലീപ്പ് പാരലിസിസ്. പറഞ്ഞ പോലെ വാഴ ആയാലും എന്താ വാ തുറന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അത് തന്നെ. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തോന്നലാണ് ശരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സ്റ്റേജിന് റെം സ്റ്റേജ് എന്ന് പറയും, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജിലാണ്, അതാണ് ഡീപ്പ് സ്ലീപ്പ്. ആ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജിലാണ് നമ്മൾ സ്വപ്നം കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാവും. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമാണോ അല്ല നമ്മൾ സ്വപ്നത്തിലാണോ എന്നുള്ള ബോധം നമുക്കുണ്ടില്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന സംഭവം നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ സ്വപ്നത്തിൽ ഇടിപിടി കൂടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിൻ തന്നെ നമ്മൾ എന്താക്കി വയ്ക്കും, പാരലൈസ്ഡ് ആക്കി വയ്ക്കും. ചിലവർ ഇടിക്കും ചോട്ടൊക്കെ ചെയ്യല്ലോ, അതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ പുറത്ത് കാണുന്നതായിരിക്കും. ആക്ച്വലി ഫോർ എവരി വൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റൈൽ ബോഡീനെ പാരലൈസ്ഡ് ആക്കി വയ്ക്കും.
ഉറക്കത്തിൽ ചിലർ സംസാരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ചില സമയത്തൊക്കെ സംസാരിച്ചെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയില്ലല്ലോ, അവരുള്ളവർ പറയുന്നത്. അപ്പോൾ അത് ഉറക്കത്തിന് നമ്മൾ ആക്ട് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഉറക്കത്തിന് ആക്ട് ഔട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് സിസ്റ്റമാണ് ശരീരത്തിനെ പാരലൈസ്ഡ് ആക്കി വെക്കുക, റാപ്പിഡ് ആയി മൂവ്മെൻറ്റ്സ് ചെയ്ത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഉണർന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തട്ടിയായിരിക്കും, എന്തെങ്കിലും ശബ്ദമായിരിക്കും ട്രിഗർ, അല്ലെങ്കിൽ റാൻഡമായിട്ട് ചിലപ്പോൾ ഉറക്കം മുറിഞ്ഞതായിരിക്കാം. ആ സമയത്ത് ആദ്യം ആക്റ്റീവ് ആകുന്ന ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ആണ്. നമ്മൾ കണ്ണു ഓർക്കും, നമുക്ക് കാഴ്ച കാണാൻ പറ്റും. പക്ഷേ ബാക്കി ശരീരഭാഗങ്ങളൊക്കെ എന്താണ്, പാരലൈസ്ഡ് ആണ്. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ ഞെട്ടി ഉണർന്നു, കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്, നമ്മൾ പിന്നെ ഈ വിഷൻ ഇതുണ്ട്, ഈ സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ലൈറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റും, കയ്യോ കാലോ ഒന്നും അനക്കാൻ പറ്റില്ല. ഈ ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഭയക്കും. ഈ ഭയക്കുന്ന സമയത്ത് ഈ ഭയത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രൂപങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഡീമോൺസിനെ പറ്റിയും പ്രേതത്തിനെ പറ്റിയും ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഇതായിരിക്കണം എന്നൊരു അനുഭവം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് ഇങ്ങനത്തെ കഥകൾ കേട്ട് പിന്നെ ടി വിയും ഇത് കണ്ട് വന്ന കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ അബ്സൊല്യൂട്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു അനങ്ങാൻ പറ്റാത്ത അവസ്ഥനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇമേജാണ്, കുറേ ഇമേജുകളാണ്. ഒരു ഇമേജാണ്. അതാണ് സ്ലീപ്പ് പാരലൈസ്. നമുക്ക് നെഞ്ചത്തിരിക്കുന്ന പോലെ തോന്നും, നമുക്ക് റൂമിൽ ആൾ നിൽക്കുന്ന പോലെ തോന്നും, നമ്മളെ അടുത്തിരിക്കുന്ന പോലെ തോന്നും. ഇതൊക്കെ നമുക്ക് ഫീൽ, ശ്വാസം മുട്ടൊക്കെ ചെയ്യും. ഇത് വല്ലപ്പോഴും വരുന്നതൊക്കെ ഒരു രസമാണ്, കഥ പറയാൻ അതിനൊക്കെ പറ്റും. പക്ഷെ ഇത് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു രോഗാവസ്ഥ തന്നെയല്ലേ? ശരി, കൂടെ വരിക. അത് ഇൻസോമിനിയ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സ തേടണം. പക്ഷെ വളരെ റയറായിട്ട് വരാറുള്ളൂ. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, ഒറ്റത്താണോ, അത് പിന്നെ വന്നിട്ടേയില്ല. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഡീപ് ബ്രീത്ത് എടുക്കുക, ശ്വാസം എടുക്കാൻ പറ്റും, എന്തായാലും ഡീപ് ബ്രീത്ത് എടുക്കുക, കുറച്ച് റിലാക്സ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഷ്യസ്നസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്വപ്നം അല്ല, ഇത് സ്വപ്നമല്ല, നമ്മൾ കോൺഷ്യസ് ആണ്. പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മുടെ തന്നെ മൈൻഡ് ഉണ്ടാക്കുന്ന ഇമേജസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ആൾക്ക് ഇത് ഉണ്ട്, ഒരു പ്രാവശ്യം വന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓവർകം ചെയ്യാനുള്ള അതങ്ങനെ ഓവർകം അത് ഒരു പ്രാവശ്യം അനുഭവിച്ച് പോയി പിന്നെ അടുത്ത പ്രാവശ്യം വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ വരുമ്പോൾ ചെയ്യേണ്ടതാണ് ഡീപ് ബ്രെത്ത് എടുക്കുക, കൈയും കാലം അനക്കാൻ ശ്രമിക്കുക, കണ്ണ് മൂവ് ചെയ്ത് നോക്കുക, ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കും. ഇതാണെന്നുള്ള ബോധം മനസ്സിലായാൽ തന്നെ ഒരു കുഴപ്പമില്ല. തന്നെ പേടിക്കേണ്ടാത്ത സംഭവമാണ്, നല്ലൊരു അനുഭവമാണ്. അനുഭവിച്ച് നോക്ക്, അനുഭവിച്ചിട്ടില്ല നോക്കാൻ കിട്ടും, എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്.